കൂടെ അസ്ലമുണ്ട്. അസ്ലം ബ്യൂറോ ചീഫാണ്. അസ്ലമാണ് UDFന്റെ ബീറ്റ് കൈകാര്യം. അസ്ലം UDF ആണ് ഏറ്റവും കൂടുതൽ സങ്കീർണതകളിലൂടെയും ബഹളങ്ങളിലൂടെയും വിവാദങ്ങൾ എന്നൊക്കെ പറയാൻ സംഗതികളിലൂടെയും കടന്നുപോയത്. അതിനെല്ലാം മറികടന്ന് UDFന്റെ ക്യാമ്പ് ഇപ്പൊ സെറ്റാണോ ശരിക്കും പറഞ്ഞു? UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. നേതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനൊരു കാരണമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 2 തവണ കഴിഞ്ഞ തവണ പോയി നഷ്ടപ്പെട്ടെങ്കിൽ പോലും കോൺഗ്രസിനും ലീഗിനും പൊതുവെ മലപ്പുറത്ത് ലീഗിന്റെ മഹാജനങ്ങളെ ജീപ്പിന്റെ അടുത്ത് അതായത് സാധാരണഗതിയിൽ മലപ്പുറത്ത് നമുക്ക് ലീഗിനായിരിക്കും കൂടുതൽ അപ്പർ ഹാൻഡ് ഉണ്ടാവുക. നിലമ്പൂരിന്റെ പ്രത്യേകത കോൺഗ്രസിനും അടിത്തറയുള്ള മണ്ഡലമാണ്. ആര്യയുടെ മുഹമ്മദിലൂടെ വികസിച്ചെടുക്കുക. ഇപ്പം ലീഗും അത് ശക്തമായ സ്ഥലങ്ങളിലുണ്ട്. അപ്പം സംഘടനാ തലം അതുകൊണ്ടാണ് പല നേതാക്കളും പറയുന്നത് ഞങ്ങളെ കേഡർ വോട്ടുകൾ കൃത്യമായി അല്ലെ ഞങ്ങളെ ക്യാമ്പ് വോട്ടുകൾ കൃത്യമായി ചെയ്താൽ തന്നെ ഞങ്ങൾ ജയിക്കുന്നു. അങ്ങനെ അടിസ്ഥാന ബേസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഭരണവിരുദ്ധ കൃത്യമായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, നേരത്തെ അൻവർ രാജിവെച്ചാണല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. ആ സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട വിഷയം മലപ്പുറം പരാമർശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി അത്തരം വിഷയങ്ങളെ റൈസ് ചെയ്യാൻ അവർ ശ്രമിച്ചു. ഇപ്പൊ കൺവെൻഷന് KC വേണുഗോപാൽ തന്നെ തുടങ്ങിയത് തന്നെ മലപ്പുറം വിഷയത്തിൽ പറഞ്ഞുകൊണ്ടും മുഖ്യമന്ത്രി മലപ്പുറത്തെ ചതിച്ചു എന്ന് പറയുന്നത് വളരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ്. ഏറ്റവും അവസാനം വരെ അത് പിടിച്ചു. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നിട്ട് ഇപ്പൊ അതങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ദേശീയപാത തകർന്ന ഉൾപ്പെടെ ഭരണവിരുദ്ധ കാര്യങ്ങൾ, ഫോറസ്റ്റ് വന്യമൃഗ ഇതുമായി ബന്ധപ്പെട്ട പരമാവധി അതൊന്ന് റൈസ് ചെയ്യാനുള്ള ശ്രമം പല സംഗമങ്ങൾ നടത്തിയേ പറ്റും. ഇങ്ങനെ ഭരണവിരുദ്ധത പാർട്ടിയുടെയും LDFന്റെയും UDFന്റെയും ഒരു ഉറച്ച അൻവർ ഉയർത്താൻ സാധ്യതയുള്ള സംഗതിയിൽ അവർ വാരിങ്ങി പിടിച്ചു. അവർ പിടിക്കാൻ ശ്രമം നടത്തി. അത് എത്രത്തോളം വോട്ടായി മാറുന്നതൊക്കെ അറിയണം. നമ്മൾ ആ ഒരു ശ്രമം മലപ്പുറം ഇഷ്യൂ ഉൾപ്പെടെ അവർ പിടിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ അവരുടെ അടുത്ത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ താഴെത്തട്ടിൽ പോകുമ്പോഴത്തെ ലീഗിന്റെ ഒരു പ്രവർത്തനം അത് ഗംഭീരമാണ്. കാരണം ലീഗിനെ സംബന്ധിച്ചുള്ള ലീഗ് പറയുന്ന കാര്യം ഉപതെരഞ്ഞെടുപ്പെടുന്ന കോട്ടയത്ത് വിജയിച്ചു, എറണാകുളത്ത് വിജയിച്ചു, പാലക്കാട് വിജയിച്ചു, മലപ്പുറം ജയിക്കുക എന്ന് പറയുന്നത് ലീഗിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നമ്മൾ താഴെത്തട്ടിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ തന്നെ ലീഗ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, പക്ഷേ നമ്മളൊരു വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ചിലടത്ത് ഫണ്ട് വരെ അവരെ ഇറക്കി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ള രീതിയിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമ്പിന്റെ സജീവതയും ഈ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വോട്ടാക്കി മാറ്റുമ്പോൾ ജയിക്കുമെന്നുള്ള കോൺഫിഡൻസിലാണുള്ളത്. പിന്നെ ഉള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അൻവർ ഫാക്ടറാണ്. അൻവർ ഫാക്ടർ അവർ സ്വാഭാവികമായിട്ടൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, തള്ളിക്കളയാൻ പറ്റുന്ന ഫാക്ടർ. അതിൽ UDFിൽ നിന്ന് പോകാനുള്ള ഒരു പക്ഷേ അതിർത്തരായ വോട്ടുകൾ, പിന്നെ ആര്യയുടെ ഷോക്കിന്റെ അതിർത്തിയുള്ള വോട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വോട്ടുകൾ അത് LDFിൽ പോവാതെ അൻവറിലേക്ക് പോകുന്നു. ദാറ്റ്സ് എ ഗുഡ് മെസ്സേജ്. ഞങ്ങൾക്ക് നല്ലതാണ്, സേഫ്റ്റിയാണ്, ഒരു സേഫ്റ്റി വാൽവായി പ്രവർത്തിക്കുന്നു എന്നൊരു വിലയിരുത്തലൂടെ അവർക്കുണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത്. കഴിഞ്ഞ വർഷം ലഭിക്കാത്ത കുറേ വോട്ടുകൾ ഞങ്ങളിപ്പോൾ ലഭിക്കും, ഞങ്ങൾ അടിത്തറ വോട്ടുകൾ നിലനിർത്താൻ പറ്റും. ഭരണവിരുദ്ധ വികാരം കൂടി പ്രതിഫലിച്ചാൽ ഒരു സാമാന്യ നല്ല പോളിംഗിലേക്ക് അല്ല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന അവരുടെ കോൺഫിഡൻസിന്റെ ബേസ് അതാണ്. UDFനെ സംബന്ധിച്ച് ഒരു തിയറട്ടിക്കൽ കോൺഫിഡൻസ് അവർക്കുണ്ട്.